നമസ്കാരം. പിണറായിയെ ഏതാണ്ട് പൊതുജനം മുഴുവൻ വെറുത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരും, എല്ലാം ശരിയാകും എന്നത് കേവലം പ്രകടന പത്രികയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ശരിയാകാത്തതൊക്കെ ശരിയാകാതെ തന്നെ നിലനിൽക്കുന്നതിനോടൊപ്പം പിണറായി കഴിഞ്ഞ നാളുകളിലൊക്കെ സാധാരണക്കാരോടുൾപ്പെടെ കാണിച്ചു വന്ന ധാർഷ്ട്യവും അഹങ്കാരം കലർന്ന പ്രവർത്തികളും സംസാരവും പൊതുജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയോട് അതിരൂക്ഷമായ അവമതിപ്പുണ്ടാക്കിയ സംഭവങ്ങളാണ്. അതിനു പിന്നാലെ ഉയർന്നു വന്ന പല അഴിമതി ആരോപണങ്ങളും പല ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ എനിക്ക് മനസ്സില്ല എന്ന തരത്തിലുള്ള പിണറായിയുടെ നിലപാടുമൊക്കെ പലപ്പോഴായി ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് വിശ്വാസം നഷ്ടപ്പെടുത്തി. അതിനു പിന്നാലെ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ഇപ്പോഴും മൗനം ആയുധമാക്കി പിണറായി ഉറച്ചു നിൽക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത മാത്രമല്ല, ഇടതുപക്ഷ ഭരണം ഇനി കേരളത്തിൽ വേണ്ട എന്ന കടുത്ത തീരുമാനത്തിലേക്ക് പോലും അവരെ കൊണ്ടെത്തിച്ചു. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച പകുതി വോട്ടുകളുടെ എണ്ണവും പിണറായി വിരുദ്ധത കൊണ്ടുണ്ടായതാണ് എന്ന് വേണമെങ്കിൽ പോലും കണക്കാക്കാം. എന്നാൽ അതിനു പിന്നാലെ ഇപ്പോൾ പിണറായി പക്ഷത്തു നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ കടുത്ത ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ ചേരുന്നതിൽ പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട് തന്നെ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടുകയും പാർട്ടി ചേരിതിരിഞ്ഞ് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ VC നിയമനവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ പിണറായി കൈക്കൊണ്ട നിലപാടിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രൂക്ഷമായി ചോദ്യം ചെയ്തിരിക്കുന്നത്. തെരുവാക്കെതിർവായില്ല എന്ന് കരുതിയിരുന്ന CPM-ൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി മുഖ്യമന്ത്രി നടത്തിയ രഹസ്യ സമവായം പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിക്ക് കാരണമായി എന്നാണ് വിവരം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി നേതാക്കൾ ആഞ്ഞടിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സാധാരണയായി മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന പതിവില്ല. എന്നാൽ ഇത്തവണ ചരിത്രം മാറി. VC നിയമനത്തിൽ ഗവർണറുമായി കൈകോർക്കാനുള്ള പിണറായിയുടെ തീരുമാനത്തെ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും അനുകൂലിച്ചില്ല എന്നത് പാർട്ടിക്കുള്ളിലെ മാറിയ കാറ്റിന്റെ സൂചനയാണ്. എല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്ന കടുത്ത ആക്ഷേപമാണ് നേതാക്കൾ ഉന്നയിച്ചത്. ഗവർണറുമായി ഇത്രകാലം പുലർത്തിപ്പോന്ന രാഷ്ട്രീയ നിലപാട് മുഖ്യമന്ത്രി ഒറ്റയടിക്ക് മാറ്റിയത് പാർട്ടിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണെന്ന വിമർശനം ശക്തമായി പാർട്ടിക്കുള്ളിൽ ഉയർന്നു. VC നിയമനത്തിലെ വിട്ടുവീഴ്ച പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഉണ്ടായതിന് സമാനമായ തിരിച്ചടി VC നിയമനത്തിലും ഉണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയമായി ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നും ഗവർണറുടെ മുന്നിൽ പാർട്ടി കീഴടങ്ങിയെന്ന സന്ദേശം പൊതുജനങ്ങൾക്കിടയിൽ എത്തുമെന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നു. പാർട്ടി നേതാക്കൾ ഒന്നടങ്കം എതിർത്തിട്ടും മുഖ്യമന്ത്രി തന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. സർക്കാർ നിലപാട് ഇതാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് പിണറായി വിജയൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പാർട്ടിയേക്കാൾ വലുതാണോ സർക്കാരും മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളും എന്ന ചോദ്യം ഇപ്പോൾ AKG സെന്ററിന്റെ ഇടനാഴികളിൽ പോലും ഉയർന്നു കേൾക്കാം. മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള ഈ ഭിന്നത വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുമെന്നാണ് നിലവിലെ സ്ഥിതി. ആകെ പുകഞ്ഞു തുടങ്ങിയ ഇടതുപക്ഷ മന്ത്രിസഭയും പാർട്ടി നേതൃത്വവും പിണറായിയെ പരസ്യ വിചാരണ ചെയ്യുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ നിയമസഭയിൽ നിന്നുള്ള മുഖ്യന്റെ പടിയിറക്കം കേരള രാഷ്ട്രീയം കണ്ട ഒരു മുഖ്യന്റെ ഏറ്റവും വലിയ ദയനീയ പരാജയം എന്നുകൂടിയാകും ചരിത്രം ഓർമ്മിക്കുക.